ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കിരൺ നടന്ന സംഭവങ്ങളൊക്കെ സേനനോട് രൂപയെടുത്ത് അവിടെ ഉള്ളവർ എല്ലാവർക്കും പറയുവാണ്. ജീവൻ പണയം വെച്ചിട്ടാണ് ഞാൻ കുഞ്ഞും കൊണ്ട് ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ സേനന് വല്ലാത്തൊരു വിഷമം തോന്നുവാട്ടോ. സേന അപ്പം തന്നെ കിരണിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. കിരണും അങ്ങനെ തന്നെ സേനനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അത് രൂപക്കും എല്ലാവർക്കും വല്ലാത്ത വിഷമം തോന്നുവാണ്. അതിനുശേഷം കിരൺ പറയേണ്ടത് ഞാൻ ഇത്രയും ജീവൻ പണയം വെച്ച് കുഞ്ഞും കൊണ്ട് ഇവിടെ വന്നത് മുഹൂർത്തത്തിന് മുമ്പ് കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു മിനിറ്റ് പോലും സമയം ബാക്കിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണം, വാ എല്ലാവരും വാ എന്ന് പറയാണ്. ആ സമയത്ത് രൂപ കല്യാണം എടുത്ത് പറയണ്ട, വാ മോളെ സമയം ഒത്തിരിയായി, ഒരു മിനിറ്റിന്റെ അടുത്ത് പോലും സമയം ഇനി ഇല്ലെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടിയിട്ട് രജിസ്റ്റർ ഓഫീസിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ പോകുന്ന ഭാഗമുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും കൂടി അവിടെ രജിസ്റ്റർ ഓഫീസിലേക്ക് കയറാൻ. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് കല്യാണി സോണിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ രൂപയും കൂടി സോണിയുടെ അടുത്തേക്ക് പോവാണ്. സോണി അവിടെ മേക്കപ്പ് ചെയ്യണ റൂമുണ്ടല്ലോ, ആ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കട്ടെ. കൂടെ ആൽബിയുടെ അമ്മയുണ്ട്, പാറക്കുട്ടി, അതുപോലെ തന്നെ ദീപ, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. സോണിനെ സങ്കടം മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കല്യാണിയും രൂപയും കൂടി അവിടെ കുഞ്ഞിനെയും കൊണ്ടുവരുന്നത്. പെട്ടെന്ന് ചാരിമോളെ കാണുമ്പോഴേക്കും എല്ലാവരും ആകെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകുവാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും കേട്ടോ. അങ്ങനെ നമ്മുടെ കല്യാണി ഇങ്ങനെ ഒരു കല്ലുമോന് നമ്മുടെ ചാരുമോളെയും കൂട്ടിക്കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ സോണി അയ്യോ മോള് എന്ന് പറഞ്ഞിട്ട് വേഗം ഓടി കല്യാണിൻ്റെ അടുത്തേക്ക് പോവാണ്. അതിനുശേഷം മോളെ പിടിച്ചിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കല്യാണി പറയേണ്ടത് കിരണേട്ടൻ മോളെയും കൂട്ടിക്കൊണ്ട് ഇപ്പം വന്നേ ഉള്ളൂ എന്ന് പറയാണ്. ഒരുപാട് റിസ്ക് എടുത്തിട്ട് മോളെയും കൂട്ടിക്കൊണ്ട് വന്നത്, ജീവൻ പണയപ്പെടുത്തിയിട്ട് കിരണേട്ടൻ മോളെയും കൂട്ടിക്കൊണ്ട് വന്നത് ഞാൻ പറയുവാണ്. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ദീപ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു, എത്രയും പെട്ടെന്ന് മോള് വരണേ, ആൾക്കൊരു ആപത്ത് വരില്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോളെന്ന് പറയാണ്. ആ സമയത്ത് രൂപ പറയേണ്ടി ഇനി അധികം സമയമൊന്നുമില്ല, മുഹൂർത്തം കഴിയും, എത്രയും പെട്ടെന്ന് രജിസ്ട്രാറിൻ്റെ മുൻപിലേക്ക് എല്ലായിടത്തും വരാൻ പറഞ്ഞിട്ടുണ്ട്, വാ എല്ലാവരും വാ എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ മോളെയും കെട്ടിപ്പിടിച്ച് നമ്മുടെ സോണി ഇങ്ങനെ നിൽക്കുവാട്ടെ. സോണിയുടെ തോളത്ത് കൈയും പിടിച്ചുകൊണ്ട് നമ്മുടെ ആൽബി രജിസ്ട്രാറിൻ്റെ മുമ്പിലേക്ക് സോണിനെയും കൂട്ടിക്കൊണ്ട് പോകുവാണ്. അതിനുശേഷം നമ്മുടെ ശരണ്യനെ കാണിക്കുന്നത്. ശരണ്യ പെട്ടെന്ന് ഇങ്ങനെ വാതിൽ തുറന്ന് വരുവാണ്. അതേ കല്യാണം കഴിഞ്ഞില്ലല്ലോ അല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കിരൺ വാ എന്ന് പറയുകയാണ്. അപ്പോൾ ആർക്കും ശരണ്യനെ മനസ്സിലാവുന്നില്ല. എല്ലാവരും ശരണ്യനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് സേന ഇങ്ങനെ ശരണ്യയുടെ മുഖത്തിന് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ശരണ്യ ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം കിരൺ പറയണ്ട, അച്ഛന് ആളെ മനസ്സിലായോ? ഇല്ല, ഏതാ ഈ മോനെ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ അച്ഛ ഇതാ ശരണ്യ. കല്യാണി ഇടക്ക് പറയാറില്ലേ ശരണ്യയുടെ കാര്യം? ഓ മനസ്സിലായി മോളുടെ കാര്യം കല്യാണി ദേ ഇന്നും കൂടി പറഞ്ഞേ ഉള്ളത് പറയുമ്പോൾ അങ്കിൾ കല്യാണി ചേച്ചിയെടുത്ത് ഞാൻ വിവരങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. ചേച്ചി പറഞ്ഞായിരുന്നു ഇവിടെ കുഞ്ഞിനെ കാണാതായ സംഭവങ്ങളൊക്കെ. ഞാൻ വന്നിട്ട് ഒത്തിരി നേരമായി, ഇവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുന്നുണ്ട്, ഞാനും കൂടി വന്നിട്ട് വിഷമം ഒരുപാട് ആക്കണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ഒരുപാട് വിഷമമായിട്ട് ഞാൻ മാറി നിൽക്കുമായിരുന്നു എല്ലാ കാഴ്ചകളും കണ്ടിട്ട്. അവസാനം കല്യാണിച്ചിനെ വിളിച്ചപ്പോൾ കിരണേട്ടൻ വന്നത് കണ്ടപ്പോൾ കല്യാണിച്ചിനെ വിളിച്ചപ്പോഴാണ് കല്യാണിച്ച് പറഞ്ഞത് കുഞ്ഞിനെയും കൊണ്ട് കിരണേട്ടൻ വന്നത്. അപ്പോഴാണ് ഞാൻ വിളിക്കാതെ ദൈവങ്ങളൊന്നുമില്ല, അപ്പോഴെനിക്ക് സമാധാനമായത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി വന്നതെന്ന് പറയുവാണ്. അതിനുശേഷം വന്നല്ലോ ഒരുപാട് സന്തോഷമുണ്ടെന്ന് കിരൺ പറയുവാണ്. അതിനുശേഷം കാണിക്കണം നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ രൂപയും ആൽബിയും എല്ലാവരും കൂടിയിട്ട് രജിസ്റ്റർ ഓഫീസിനുള്ളിലേക്ക് കയറുവാണ്. ആ സമയത്ത് കിരൺ രജിസ്ട്രാർ പറയേണ്ട ഹാവു എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോകുവാണ്, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി സമയം ഒട്ടും വൈകിപ്പിക്കേണ്ട, ഇനി 30-40 സെക്കൻഡ് മാത്രമേ സമയം ബാക്കിയുള്ളൂ, എത്രയും പെട്ടെന്ന് രണ്ടുപേരും ഒപ്പിട്ട് സൈൻ മാല ഇട്ടോളൂ എന്ന് പറയുവാണ്. അപ്പം തന്നെ സാക്ഷിയായിട്ട് ആൽബിയുടെ അമ്മ ഒപ്പിടുന്നുണ്ട്. പിന്നെ അഗസ്നച്ചായ, പിന്നെ രൂപ, കിരൺ എല്ലാവരും ഒപ്പിടാണ് സാക്ഷിയുടെ സ്ഥാനത്ത്. അതിനുശേഷം നമ്മുടെ ആൽബിയുടെ അമ്മ ആ താലിമാല എടുത്ത് ആൽബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആൽബി വളരെ സന്തോഷത്തോടു കൂടി ആ താലിമാല കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സോണിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സോണി നാണം കൊണ്ട് മുഖം കുനിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആൽബി പതുക്കെ താലി എടുത്ത് നമ്മുടെ സോണിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ കെട്ടുവാണ്. ആ സമയത്ത് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. അങ്ങനെ സോണി ഭയങ്കര സന്തോഷത്തിൽ കണ്ണടച്ച് ദൈവങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൽബി സോണിനെ ചേർത്ത് പിടിച്ച് താലി കെട്ടി നടത്തുവാണ്. അതിനുശേഷം നമ്മുടെ രൂപ സേനനും കൂടിയിട്ട് അതായത് മാല ഇടണമല്ലോ, പൂമാല ഇടണമല്ലോ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ പൂമാല എടുത്ത് സേനനാണ് നമ്മുടെ ആൽബിയുടെ കയ്യിലും സോണിയുടെ കയ്യിലും കൊടുക്കണേ കേട്ടോ. അങ്ങനെ പൂമാല ആദ്യം നമ്മുടെ സോണിയുടെ കയ്യിലാണ് സേനം കൊടുക്കുന്നത്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അതെ പെട്ടെന്നൊന്നും മാല ഇടരുത് കേട്ടോ, പതുക്കെ ഇട്ടാൽ മതി, കുറച്ച് കളിയും ചിരി തമാശകളൊക്കെ ആയിട്ട് ഇട്ടാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ സോണി ആ പൂമാല ആൽബിയുടെ കഴുത്തിലിടാൻ പോകുമ്പോൾ ആൽബി ഇങ്ങനെ മാറി നിൽക്കുക കേട്ടോ. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ ഇങ്ങനെ മാറി നിൽക്കുക. അങ്ങനെ മാറി ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും സോണി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെയ്തിട്ട് അവസാനം മാല ഇടുവാണ്. അതിനുശേഷം ആൽബിയുടെ കയ്യിലേക്ക് പൂമാല കൊടുക്കുമ്പോൾ നമ്മുടെ കിരൺ പറയേണ്ട അതെ സോണി
പിടി കൊടുക്കരുത്, പെട്ടെന്ന് പിടി കൊടുക്കരുതെന്ന് പറയുവാണ്. അങ്ങനെ ആൽബിയും പതുക്കെ പതുക്കെ മാല ഇങ്ങനെ സോണി ഇങ്ങനെ കഴുത്തിങ്ങനെ മാറ്റുമ്പോൾ മാല ഇങ്ങനെ കഴുത്തിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ മാലയൊക്കെ ഇങ്ങനെ പരസ്പരം ഇടുവാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലേക്ക് ഇരിക്കുകയാണ്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, നമുക്കെല്ലാവരും കൂടി ഒരു സെൽഫി എടുത്താലോ എന്ന് പറയുവാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കണത്, അതായത് താലികെട്ടും ചടങ്ങൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് കിരണിനെയാണ്. കിരണും അതുപോലെ തന്നെ സേനയും രൂപേനെയും കല്യാണിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ സേനൻ പറയുന്നുണ്ട്, ഇനി അവനെ വെച്ചിട്ട് ഒരു കാര്യമില്ല, അവനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, വേണ്ടച്ച, അവനെ പെട്ടെന്ന് ഇല്ലാതാക്കേണ്ടത് ഒരാളല്ല, അവൻ പതുക്കെ പതുക്കെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അച്ഛനൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. അച്ഛനും അമ്മയും എവിടെയാണെന്ന് വെച്ചാൽ കറങ്ങാനും സോണിൻ്റെ അടുത്തും അമേരിക്കയിലൊക്കെ പോയിട്ട് വന്നോ, ഇവിടെയുള്ള കാര്യങ്ങൾ ഞാനും കല്യാണിയും ചെയ്തോളാം. പിന്നെ അവനുള്ള കുരുക്ക് ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അവൻ്റെ മരുമകൻ മനോഹരൻ, അവൻ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യും. എന്നെയും കല്യാണിനെയും അത്രയ്ക്ക് പേടിയാണ്. അവനെ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ആയുധം തന്നെ ഇതാക്കാച്ച, ചോരക്കളി ഒന്നും വേണ്ട. അവനെ ഇത്തിരി കിറുക്ക് പിടിപ്പിച്ചിട്ട് അവനെ വട്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ടെന്ന് പറയുമ്പോൾ കല്യാണി പറയേണ്ട, അതേ അച്ഛാ, അത് തന്നെയാണ് നല്ലത്. അവനെ പെട്ടെന്ന് ഇല്ലാതാക്കേണ്ട ഒരാളല്ല അയാൾ, അവൻ മാത്രമല്ല എല്ലാവരെയും പതുക്കെ പതുക്കെ വേണം എല്ലാം തീർക്കാനായിട്ടെന്ന് പറയുമ്പോൾ രൂപ പറയേണ്ട, ഒരു ഒറ്റ പ്രാവശ്യം അവനെ വിളിച്ച് സദ്യ കൊടുത്ത് ആ സദ്യയിൽ കുറച്ച് എന്തിനും ചേർത്ത് അവൻ ഇല്ലാതാക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുമ്പോൾ കല്യാണി പറയണ്ട, വേണ്ടമ്മേ അതൊന്നും വേണ്ട. കിരണേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരാളുണ്ടല്ലോ മനോഹരൻ, അവനെ വെച്ചിട്ട് തന്നെ അയാൾക്കെതിരെ നമുക്ക് പൊരുതാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ശരണ്യ വരുന്നുണ്ട്. കല്യാണി ചേച്ചി എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ? ആ ശരണ്യ പോകുവാണോ? അതെ. പിന്നെ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട്, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, സോണിയുടെ ജീവിതം ഇല്ലാത്താക്കിയവനല്ലേ എൻ്റെ കൂടെ ആ വീട്ടിൽ താമസിക്കണവൻ, അതുകൊണ്ട് സോണിയുടെ കല്യാണം കാണാൻ വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു. അതെന്തായാലും നടന്നു. പിന്നെ അവനുള്ള മറുപടി നമുക്ക് നാളെ കൊടുക്കാം അല്ലേ കല്യാണി ചേച്ചി? അതെ, നാളത്തെ സദ്യ ശരണ്യയുടെ വീട്ടിൽ ശരണ്യയുടെ വക എന്ന് പറയുകയാണ്. അയ്യോ, എൻ്റെ വകയല്ല, കല്യാണിയുടെ അച്ഛൻ്റെയും അനിയൻ്റെയും മുത്തശ്ശിയുടെ വക. കല്യാണിയുടെ മുത്തശ്ശി നന്നിട്ട് പാചകം ചെയ്യുമല്ലേ, നാളെ അവിടെ പാചകം എടുക്ക്, അവരും കൂടി ഒന്ന് അറിയട്ടെ. അത് മാത്രമല്ല, വീട് അടിച്ചു തുടക്കണത് നമ്മുടെ പ്രകാശിനും വിക്രവും കൂടിയിട്ടാണ്. 3 പേരും കൂടി 8 കൂട്ടം കറിയാണ് നാളെ വെക്കാൻ പോണത്. അത് പോരാണ്ട് 3 കൂട്ടം പായസമുണ്ട്. നാളെ എല്ലാം അവരുടെ വകയാണ്. അതുകൊണ്ട് നാളത്തെ സദ്യ ആൽബിക്കും സോണിക്കുള്ള സദ്യ എൻ്റെ വീട്ടിൽ എന്ന് ശരണ്യ പറയുമ്പോൾ അത് ഞങ്ങൾ തീരുമാനിച്ച പോലെ എന്ന് പറയാണ്. അവനങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അവനെ ഇല്ലാതാക്കണം, അവൻ പുറം ലോകം കാണരുതെന്ന് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കണം കല്യാണി ചേച്ചി പറയുമ്പോൾ അതേ ശരണ്യയുടെ കൂടെ ഞാനും ഉണ്ടാവും എന്ന് കല്യാണി പറയാണ്. എങ്കിൽ ശരി, ഞാൻ എന്നാൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശരണ്യ അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, ശരണ്യയുടെ കൂടെ ഞാനുണ്ടാവും, എൻ്റെ അനിയനെയും അച്ഛനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ അവളുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുമ്പോൾ കിരൺ പറയുന്നുണ്ട് രൂപയെടുത്തും സേനയുടെ അടുത്തും, അവൾ ആകെ മാറിയമ്മേ, അവൾ പഴയ കല്യാണിയല്ല, അവൾക്കിപ്പോൾ അവളുടെ അച്ഛനോടോ മുത്തശ്ശിയെടുത്തോ അനിയൻ്റെ അടുത്തോ യാതൊരുവിധ സെന്റിമെന്റ്സും ഇല്ല എന്നിങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ കല്യാണപ്പെണ്ണും ചെക്കനും എല്ലായിടത്തും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ സമയത്ത് പാറുവിൻ്റെ അടുത്ത് ആൽബിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, മോളെ പാറുക്കുട്ടി, നീ ഭയങ്കര കുസൃതി കുട്ടിയാണല്ലോ, നീ ഇടയ്ക്ക് വീട്ടിലൊക്കെ വരണം കേട്ടോ, ഞങ്ങളും പ്രായമായ 2 മനുഷ്യരാണ്, ഞങ്ങൾക്കും ഒരു ആളുടെ കളിയും ചിരി തമാശയൊക്കെ കാണണ്ടേ, അതിനെന്താ ആൻറ്റി, വലിയമ്മയും വലിയച്ഛനും പറയാണ്ട് തന്നെ ഞാൻ അങ്ങോട്ടൊക്കെ വരും കേട്ടോ എന്ന് പറയുവാണ്. ആ സമയത്ത് കിരണും ആൽബിനെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്, രൂപയൊക്കെ സോണിനെയും കൂട്ടിക്കൊണ്ട് വരുവാണ്. അതിനുശേഷം സോണി ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സോണി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യം പോണ സേനൻ്റെ അടുത്തേക്കാണ്. സേനയെ കെട്ടിപ്പിടിച്ച് സോണി കരയുവാണ്. അതിനുശേഷം കിരണിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്, പിന്നെ രൂപേനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ആ സമയത്ത് കല്യാണി പറയട്ടെ, അയ്യേ എന്തിനാ ഇങ്ങനെയൊക്കെ കരയണത്, അയ്യോ സോണി അമേരിക്കയിലേക്കൊന്നല്ലേ പോണത്, തൊട്ടടുത്തല്ലേ പോണത്, പിന്നെ എന്തിനാ എല്ലാവരും കരയണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രൂപ ചോദിക്കുന്നുണ്ട്, ചാരുമോളെയും കൂട്ടിക്കൊണ്ട് പോകുവാണോ ചോദിക്കുമ്പോൾ ആൽബിയുടെ അച്ഛനമ്മയും പറയണ്ട, അതെ ചാരുമോളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോവാം ഇപ്പം തന്നെ, നമുക്കും അവിടെ കളിയും ചെയ്യും തമാശകളൊക്കെ വേണ്ടേ, അതുകൊണ്ട് ചാരുമോളെ ഇനി വളരേണ്ടത് അവിടെയല്ലേ, അതുകൊണ്ട് ചാരുമോളെ ഇപ്പം തന്നെ ഞങ്ങൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ആൽബിയുടെ അമ്മ ചാരുമോളെ മേടിച്ചിട്ട് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ സോണി എല്ലാവർക്കും യാത്ര പറഞ്ഞ് ആൽബിയുടെ കയ്യും പിടിച്ച് വണ്ടിയിലേക്ക് കയറും. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ സോണി എല്ലാവർക്കും യാത്ര പറഞ്ഞ് ചാരുമോളും സോണിയും ആൽബിയും അഗസ്നച്ചായും അമ്മയൊക്കെ കൂടിയിട്ട് അവർ തിരിച്ചങ്ങോട്ട് ആൽബിയുടെ വീട്ടിലേക്ക് പോകുക കേട്ടോ. അങ്ങനെ നമ്മുടെ രൂപയും സേനും വല്ലാത്ത വിഷമവും സങ്കടമൊക്കെ വരുമ്പോഴേക്ക് കിരൺ അവരെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.